ഹലോ ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബീഡ് വർക്കായിരുന്നു അല്ലേ. നോർമൽ നീഡിൽ കൊണ്ടുള്ള ബീഡ് വർക്കായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ബീഡ്സ് നമ്മുടെ ഒരു സിംഗിൾ ബീഡ് എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതൊന്ന് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആട്ടോ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ബീഡ് വർക്കിൻ്റെ ക്ലാസ് ആകുമ്പോൾ കുറച്ചിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം നമ്മൾ ത്രെഡ് വർക്കൊക്കെ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചായിരുന്നു. അതിന് ശേഷം ബീഡ് വർക്കിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിരിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ അതൊരു സിംഗിൾ ബീഡ്, അതായത് ഒരു റൗണ്ട് ബീഡ്, ഷുഗർ ബീഡല്ല, ഷുഗർ ബീഡിനേക്കാളൊക്കെ എത്രയുടെ വലുപ്പമുള്ള ഈ ഒരു സൈസിലുള്ള ബീഡായിട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു, പിന്നെ അടുത്തത് ചെയ്തു, അങ്ങനെയായിരുന്നു പോകുന്നത്. അപ്പോൾ നമുക്കിതുപോലെ സിംഗിൾ ബീഡ്, നമുക്കൊരു ബീഡ് സ്പ്രെഡിങ് ഒക്കെ വർക്കൊക്കെ വരുവാണ്, ഒരു നെക്കിലൊക്കെ നമ്മൾ ബീഡ് സ്പ്രെഡിങ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ അടിയിലിങ്ങനെ ലോക്ക് ഇട്ടാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലോക്ക് ഇടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ ട്യൂട്ടോറിയൽസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ വീഡിയോസിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ലോക്ക് ഇടുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ലോക്ക് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം മുതൽ തന്നെ വീഡിയോസ് ഓരോന്നും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യം അതൊരെണ്ണം ലോക്ക് ഇട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ബീഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും വശത്തു നിന്ന് ഒന്ന് താഴേക്കൊന്ന് നൂല് വലിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. എടുത്തിട്ട് ഇതേപോലെ ത്രെഡ് എടുത്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വശത്ത് എവിടെയാണോ അവിടെ തന്നെ നമ്മൾ അടുത്ത നീഡിലും ത്രെഡും താഴോട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ഒരു ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? ഈ ലൂപ്പിനെ നമ്മളുടെ ആ ബീഡ്സിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ വലിച്ച് താഴത്തെ ത്രെഡ് വലിച്ച് കൊടുക്കണം കേട്ടോ. പതിയെ ചെയ്താൽ മതി. വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് ലോക്കായിട്ട് അങ്ങ് ഇരുന്നോളും. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ത്രെഡ് വന്ന് ലോക്കായിട്ട് അങ്ങ് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു രീതി കേട്ടോ. അപ്പോൾ രണ്ട് രീതിയുണ്ട്. അതായത് നമ്മൾ സാധാരണ നമ്മൾ അടിയിൽ ലോക്കിട്ട് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇപ്പം കാണിച്ച ഈ ഒരു രീതിയിൽ മെത്തേഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്